IVF ചികിത്സയ്ക്ക് ശേഷം പരിപൂർണമായ ബെഡ് റെസ്റ്റ് ആവശ്യമാണ്. ആണെങ്കിൽ തന്നെ എത്ര ദിവസം? IVF ചികിത്സ അധിക സന്ദർഭങ്ങളിലും 2 ഘട്ടമായിട്ടാണ് നടത്തപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എഗ് പിക്കപ്പ് അഥവാ അണ്ഡങ്ങൾ ശേഖരിക്കുന്ന എന്ന പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു അനസ്തീഷ്യയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഈ അനസ്തീഷ്യയുടേതായ ചില ക്ഷീണം, ബുദ്ധിമുട്ട്, മനം പുരട്ടൽ, അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ഉണ്ടായേക്കാം. അതിനപ്പുറം യൂഷ്വലി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നിലനിൽക്കാറില്ല. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസത്തോടുകൂടി തന്നെ നിങ്ങൾ പരിപൂർണ ആരോഗ്യവതിയായി ജോലിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റൂട്ടീൻ ലൈഫ് നിങ്ങൾക്ക് വീണ്ടും തുടരാൻ സാധിക്കുന്നതാണ്. IVFന്റെ 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫറാണ്. ഇതിൽ IVF ചെയ്ത് നമുക്ക് കിട്ടിയ ഭ്രൂണങ്ങൾ യൂട്രസിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമാണ് പലപ്പോഴും റെസ്റ്റ് നിർദ്ദേശിക്കാറുള്ളത്. ഭ്രൂണങ്ങൾ ഉള്ളിലേക്ക് വയ്ക്കുന്ന എംബ്രിയോ ട്രാൻസ്ഫർ എന്ന പ്രൊസീജിയറിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടോ ബെഡിൽ അനങ്ങാതെ കിടക്കുന്നത് കൊണ്ടോ IVF ചികിത്സ സക്സസ് ആയി പ്രഗ്നൻസി കിട്ടുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രൊസീജിയറിന് ശേഷം ഒരു 3-4 ദിവസം ഒരു റെസ്റ്റ് എടുത്തത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തികച്ചും സാധാരണ ജീവിതത്തിലേക്ക്, ഈവൻ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകാവുന്നതാണ്.